White Limited, an unlisted public company having 5 directors in its board, which includes 2 independent directors. Okay, 5 directors ഉണ്ട്. White Limited, unlisted public company. Black Private Limited is a subsidiary of White Limited. White Limited എന്താണ്? പബ്ലിക് കമ്പനിയാണ്. ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് വൈറ്റ് ലിമിറ്റഡിൻ്റെ സബ്സിഡറിയാണ്. ഇവർ പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ ദ മൊമെൻറ്റ് ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആവുന്നതോട് കൂടി ഒരു ഡീംഡ് പബ്ലിക് കമ്പനി എന്നുള്ള കോൺസെപ്റ്റ് സെക്ഷൻ 2(71) പബ്ലിക് കമ്പനിയുടെ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. മീൻസ് എ കമ്പനി അതർ ദാൻ എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് എ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി നമ്മൾ പബ്ലിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, പബ്ലിക് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അവർ ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ബിസിനസ് ആണ്. ആക്റ്റീവ്ലി ബിസിനസ് ഒക്കെ ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 3 crore, 30 മെമ്പേഴ്സ്. എന്താ ക്വസ്റ്റ്യൻ എന്താ? Whether Black Private Limited is mandated required to prepare cash flow statement for the financial year. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കണോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സെക്ഷൻ വാസ് 129 അക്കൗണ്ട്സ് എന്നുള്ള ചാപ്റ്ററിൽ, ചാപ്റ്റർ നമ്പർ 9 129. ബട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞത് സെക്ഷൻ 2(40) നമ്മൾ കമ്പനീസ് ആക്ടിലെ ഡെഫിനേഷൻസ് ഒക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. 2(40) വാസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് 2(41) ഫിനാൻഷ്യൽ ഇയർ ആയിരുന്നു. പിന്നെ 2(42) ഫോറിൻ കമ്പനി 45 ഓർമ്മ 45 ഗവൺമെൻറ് കമ്പനി ഒക്കെ ആൽഫബറ്റിക്കൽ ഓർഡർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എസ് കഴിഞ്ഞിട്ടാണ് STUVWXY ഫിനാൻഷ്യൽ ഇയർ 2(41) ഫോറിൻ. അപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് കഴിഞ്ഞാൽ ഫോറിൻ FO 2(42). പിന്നെ ഗവൺമെൻറ് 2(45). ഓക്കെ, 46 എന്താണ്? 46 ഹോൾഡിംഗ് കമ്പനി. സോ കമ്മിങ് ബാക്ക്, അപ്പോൾ ഇവർ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ക്യാഷ് ഫ്ലോ ആർക്കൊക്കെയാണ് എക്സെപ്ഷൻ ഉള്ളത്? OPC, സ്മോള്, ഡോർമെൻറ്റ്, പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ്. 4 ആൾക്കാർക്കാണ് ക്യാഷ് ഫ്ലോ എക്സെപ്ഷൻ ഉള്ളത്. OPC, സ്മോൾ, ഡോർമെൻറ്റ്, പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ്. കെയർഫുള്ളി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പ്രൊവൈഡ് യുവർ ആൻസർ അനലൈസിങ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് കമ്പനീസ്. ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, OPC, സ്മോള്, അതായത് ഈ എക്സെപ്ഷൻ്റെ ചാൻസുകൾ എല്ലാവരും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പെർസ്പെക്റ്റീവ് നിന്നൊക്കെ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എൻറ്റൈറ്റിൽഡ് ആവുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഫസ്റ്റ് ഓഫ് ഓൾ 1% കമ്പനിയാണോ? അല്ല. ക്ലിയർലി ഇവിടെ തന്നെ പറയുന്നുണ്ട് 30 മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. 1% കമ്പനിക്ക് ഒറ്റ മെമ്പർ ഉണ്ടാവുള്ളൂ. സെക്ഷൻ 2(62). 1% കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് മെമ്പർ. ഓക്കെ, പിന്നെ സ്മോൾ കമ്പനി ആവുമോ എന്നുള്ളത്. സ്മോൾ കമ്പനി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ടേൺ ഓവർ ക്രൈറ്റീരിയ ഉണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. ടേൺ ഓവർ 100 CR എക്സീഡ് ചെയ്യാൻ പാടില്ല. ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം ഇത് എക്സീഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ അപ്പോൾ ഇതൊന്നും ഈ കേസിൽ ഇപ്പോൾ ഇവർ മെൻഷനിങ് ക്യാപിറ്റൽ 3 crore ആണ്, ടേൺ ഓവർ 50 crore ആണ്. ഒരു കുഴപ്പമില്ല. ഈ അമെൻമെൻറ്റിൻ്റെ മുന്നുണ്ടായിരുന്നത് 4 crore 40 crore ആണ്. അത് പ്രകാരം ഒരു സ്മോൾ ആവില്ല നമ്മളിവിടെ പറയും. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ ദി അമെൻമെൻറ്റ്, ഈ സെപ്റ്റംബർ എക്സാമിലേക്കുള്ള ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം 10ഉം 100ഉം ആക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ 10, ടേൺ ഓവർ 100. അപ്പോൾ അത് പ്രകാരം സ്മോൾ അല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സ്മോൾ കമ്പനി എക്സെപ്ഷൻസിൽ പറയുന്നുണ്ട് ചില കമ്പനീസിന് സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി, സെക്ഷൻ 8, കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ എനി സ്പെഷ്യൽ ആക്ട്. അപ്പോൾ ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട് വൈറ്റ് ലിമിറ്റഡിൻ്റെ സബ്സിഡറിയാണ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. സബ്സിഡറി ആയതോടുകൂടി അവർക്ക് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. അപ്പോൾ അവിടെയും ക്യാഷ് ഫ്ലോൻ്റെ എക്സെപ്ഷൻ കിട്ടുന്നില്ല. പിന്നെ പ്രൈവറ്റ് കമ്പനി വെറുതെ പ്രൈവറ്റ് കമ്പനിക്ക് എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല. പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ് എന്നാണ് പറയുന്നത്. സോ സ്റ്റാർട്ടപ്പിന് കുറേ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ 10 കൊല്ലം വരെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് എന്നുള്ള കാര്യം DPIIT-യിലാണ് പറഞ്ഞത്, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. അവിടെ സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ആദ്യത്തെ 10 കൊല്ലം കിട്ടുള്ളൂ. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 10 കൊല്ലം. ഒരൊറ്റ വർഷം നിങ്ങൾ ആനുവൽ ടേൺ ഓവർ 100 കോടി ക്രോസ് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രൊഡക്റ്റ് പ്രോസസ് സർവീസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, വെൽത്ത് ക്രിയേഷൻ, എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ, ഈ പേർപ്പസിനൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി. അപ്പോൾ അത് സ്റ്റാർട്ടപ്പ്. ദിസ് സെറ്റ് കമ്പനി ഇസ് നോട്ട് എ സ്റ്റാർട്ടപ്പ്. ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർലി പറയുന്നുണ്ട് കമ്പനി സ്റ്റാർട്ടപ്പ് അല്ല. കമ്പനി ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ബിസിനസ് ആണ്. അപ്പോൾ അവരെന്തായാലും ഡോർമൻ എന്നുള്ള സ്റ്റേറ്റസിലും വരില്ല, ഒന്നിലും പെടില്ല. അപ്പോൾ അവർക്ക് ക്യാഷ് ഫ്ലോ എക്സെപ്ഷൻ കിട്ടില്ല. ക്യാഷ് ഫ്ലോ ഉണ്ടാക്കൽ കമ്പൽസറി ആണ്. പക്ഷേ ഡോർമൻ എന്നുള്ള അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. 1% സ്മോൾ പ്രൈവറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവ് നോക്കാനാണ് പറഞ്ഞത്. പിന്നെ വേറെ കാര്യം, ഈവൻ ദോ ഇവർ ഇനിയിപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ പോലും അവർ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയതോടുകൂടി അവർ പബ്ലിക് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഏരിയയിൽ അവർക്ക് എക്സെപ്ഷൻ കിട്ടില്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ. 2(40) കമ്പനീസ് ആക്ടിൻ്റെ 2(40) ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് 1% കമ്പനി, സ്മോൾ, ഡോർമൻ, പ്രൈവറ്റ് കമ്പനി. ഇഫ് പ്രൈവറ്റ് കമ്പനി ആരാണ്? സ്റ്റാർട്ടപ്പ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ എന്ന് 4 ആൾക്കാർക്ക് എക്സെപ്ഷൻ. ആരൊക്കെ? 1% കമ്പനി, സ്മോൾ,
ഡോർമെൻറ്റ്, സ്റ്റാർട്ടപ്പ്, അവർക്ക് ക്യാഷ് ഫ്ലോ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ടു ഡിറ്റർമൈൻ ദ ആപ്ലിക്കബിലിറ്റി പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ, ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് റിക്വയർഡ് ടു അനലൈസ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നുണ്ടോ. 1 person അല്ല, 30 members ഉണ്ട്. സ്മോള് ആവില്ല. കാരണം എന്താ, അവർ സബ്സിഡറിയാണ്, ഒരു വേറെ കമ്പനിയുടെ സബ്സിഡറിയാണ്. സബ്സിഡറി ആയ സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. പിന്നെ സ്റ്റാർട്ടപ്പ് ആണോ, സ്റ്റാർട്ടപ്പ് അല്ലാന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡീംഡ് പബ്ലിക് കമ്പനി എന്നുള്ള കോൺസെപ്റ്റ് വേറെ കമ്പനിയുടെ സബ്സിഡറി ആണല്ലോ. സോ ചുരുക്കി പറഞ്ഞാൽ ദസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് മാൻഡേറ്ററി ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് അത് ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും പെടുന്നില്ല. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സെക്ഷൻ 2 clause 40 നമ്മളവിടെ പറഞ്ഞു. വേറെ ഏതാ നമ്മൾ പറഞ്ഞത്? ഡോർമെൻ്റ് ഒക്കെ ഇതായിരുന്നു. ഡോർമെൻ്റ് ഒക്കെ 455 ആയിരുന്നു. ജസ്റ്റ് ഫോർ റിവിഷൻ പർപ്പസ്. ഓക്കെ, 455. സ്റ്റാർട്ടപ്പ് DPIIT, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ഇന്റർണൽ ട്രേഡ്, സെക്ഷൻ 2 clause 85 സ്മോൾ കമ്പനി പറഞ്ഞത്. സ്മോൾ 2 clause 62 OPC പറഞ്ഞത്.